TDF പെരുമ്പാവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മനോജ് മൂത്തേടൻ MLAക്ക് സ്വീകരണം നൽകി. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിം കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടന് സ്വീകരണം നൽകി. നമ്മുടെ പെരുമ്പാവൂരിലെ MLA മനോജ് മൂത്തേടന് KSU വർക്കേഴ്സ് യൂണിയൻ്റെ INTUCയുടെ നേതൃത്വത്തിലുള്ള പെരുമ്പാവൂരിലുള്ള KSRTCയുടെ മുഴുവൻ ജീവനക്കാരെയും കൂടിയുള്ള ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ KSRTCയോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹവും ആ ആദരവും KSRTC തൊഴിലാളികളുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു KSRTC ജീവനക്കാരനാണ്. അപ്പോൾ KSRTC ജീവനക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന സാധാരണ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളെപ്പോലെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ദൈനംദിനം എന്നോണം സ്വയം തൊഴിൽ ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLAയുമായ മനോജ് മൂത്തേടന് ഞങ്ങൾ നൽകുന്ന സ്വീകരണത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ KSRTC ജീവനക്കാർ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഇന്നിവിടെ നടക്കുന്ന ഈ കോരിച്ചൊരിയുന്ന മഴയത്തും നൂറുകണക്കിന് KSRTC ജീവനക്കാർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് മനോജ് മൂത്തേടന് നൽകുന്ന നിവേദനവും അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിം കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂരിന്റെ വീരപുത്രനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മനോജ് മൂത്തേടന് KSRTCയിലെ നമ്മുടെ ജീവനക്കാർ നൽകുന്ന സ്നേഹനിർഭരമായ സ്വീകരണമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ യൂണിറ്റ് കമ്മിറ്റിയെ പ്രത്യേകം അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞു LDF അധികാരത്തിൽ വരും, അല്ലേ? നമ്മളല്ലാത്ത പറ്റുള്ളൂ. ഇവിടെ കാണുന്ന എല്ലാ പബ്ലിസിറ്റികളും ഓരോ 50 മീറ്റർ ഇടയ്ക്ക് പിണറായി വിജയന്റെ വലിയ ഫോട്ടോവും LDF അല്ലാതെ വേറെ ആരുണ്ടെന്നാണ് ചോദിച്ചത്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ആ ഗവൺമെന്റ് ഉണ്ടാകും എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷെ അടിയൊഴുക്ക് കാണാൻ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി വിജയന്റെ ഗവൺമെന്റ് സമസ്ത മേഖലയിലും പരാജയമായിരുന്നു. തൊഴിലാളി വർഗത്തിന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്കും ആ ഗവൺമെന്റിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു പിന്തുണ UDFന് ലഭിച്ചത്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, പറഞ്ഞു 100-ൽ പരം സീറ്റുകൾ മേടിച്ച് നമ്മൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയ ആളുകളുണ്ട്. 1 ഡസൻ മന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയ ആളുകളുണ്ട്. അദ്ദേഹം പിന്നീട് പറഞ്ഞു 1 ഡസൻ 12 പേരല്ല, ചിലപ്പോൾ ഒരുപക്ഷെ പ്ലസ് ഓർ മൈനസ് ഒരാളും കൂടി ഉണ്ടാവുന്നത്. അതുപോലെ 13 മന്ത്രിമാരാണ് പരാജയപ്പെട്ടത്. കേരളത്തിലെ ജനങ്ങളുടെ പൾസ്, ജനങ്ങളുടെ വികാര വിചാരങ്ങൾ അറിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ VD സതീശൻ. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, കേരളം ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. ആ മാറ്റത്തിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം ജനങ്ങൾ അത് ശിരസ്സ വഹിച്ചുകൊണ്ട് 102 സീറ്റ് കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകിക്കൊണ്ടാണ് ഒരു പുതിയ യുഗ കേരളത്തിന് വേണ്ടി ജനങ്ങൾ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരാൻ സഹായിച്ചു. TDF യൂണിറ്റ് പ്രസിഡന്റ് AK ബാബു അധ്യക്ഷത വഹിച്ചു.
INTUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി PM സജി ആമുഖ പ്രഭാഷണം നടത്തി. TDF സംസ്ഥാന സെക്രട്ടറി MI അലിയാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മനോജ് മൂത്തേടൻ MLA അദ്ദേഹം പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. നിയമസഭാ ഇലക്ഷൻ പ്രവചന മത്സര വിജയി ബൈജു പൗലോസിന് മനോജ് മൂത്തേടൻ MLA ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് VE റഹീം, INTUC ജില്ലാ പ്രസിഡന്റ് KK ഷാജി, ഗാന്ധി ദർശൻ വേദി ജില്ലാ പ്രസിഡന്റ് MM ഷാജഹാൻ, INTUC ജില്ലാ സെക്രട്ടറി ജിൻസ് വിസ്കറിയ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ തോപ്പിലാൻ, UDF നിയോജക മണ്ഡലം കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, നിയാസ് വാരിക്കാട്, പെൻഷൻ സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് NV മാത്യു, ജില്ലാ കമ്മിറ്റി അംഗം VP വിജയൻപിള്ള, ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹി PN രാജൻ, INTUC യൂണിറ്റ് സെക്രട്ടറി ജിജോ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പാവൂർ MLA ശ്രീ മനോജ് മൂത്തേടന് സ്വീകരിക്കലും അതോടൊപ്പം +2 10ാം ക്ലാസ് വിജയിച്ച ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ അവാർഡ് ദാനവും അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രവചന മത്സരം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വിജയിയായ ഒരു ഡ്രൈവർ ബൈജുവിന് സ്വീകരണവും നൽകുന്ന പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാന്യ MLA KSRTCയെ സംബന്ധിച്ചുള്ള നിരവധിയായ വിഷയങ്ങൾ പെരുമ്പാവൂർ ഡിപ്പോയെ സംബന്ധിച്ചിടത്തുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ജീർണാവസ്ഥ അടക്കം മെക്കാനിക്കൽ ഗ്യാരേജിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഓഫീസ് സ്റ്റാഫിലെ ജീവനക്കാരുടെ എണ്ണം, നിരവധിയായ വിഷയങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതിലെല്ലാം വിരാമം ഇട്ടുകൊണ്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ KSRTC ജീവനക്കാർ ഒന്നടങ്കം വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച പെരുമ്പാവൂരിൻ്റെ MLA മനോജ് മൂത്തേടൻ ഞങ്ങളുമായി ചേർന്ന്, ഞങ്ങളുടെ ഈ സ്ഥാപനവുമായി ചേർന്ന് ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണത്തോടു കൂടി അദ്ദേഹം ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുകയും അത് ഗവൺമെൻറ് ധരിപ്പിക്കുകയും ഈ പെരുമ്പാവൂർ ഡിപ്പോയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹം നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഈ സ്ഥാപനത്തിനും വിവിധങ്ങളായ ഈ മണ്ഡലത്തിൽ സ്ഥാപനങ്ങൾക്കും നൽകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCom ടാക്സേഷൻ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ സാനിയ സാജൻ, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫിദ ഫാത്തിമ TS, ജിയ ബിനു, SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഷോൺ റെജി എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ KSRTC ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഒന്നും പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും നേരിട്ട് ബോധ്യം ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാ വിഷയങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ KSRTCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊരു നോട്ടായി തന്നാൽ എനിക്കെല്ലാം അറിയാം. പക്ഷെ എന്നാലും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി തന്നാൽ നിയമസഭയിൽ അത് ഉന്നയിക്കാം, സബ്മിഷനായി ഉന്നയിക്കാം, ചോദ്യമായി ഉന്നയിക്കാമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും നമ്മൾ അതിലൊരു ചോദ്യം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം KSRTCയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. KSRTCയെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസകരമായ സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് പേർ നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണക്ക് എടുത്താൽ 44,000 ജീവനക്കാരുടെ സ്ഥാനത്ത് 27,000 പേരുണ്ട്, 22,000 പേരുണ്ട്, പകുതിയിലധികം കുറഞ്ഞു. KSRTCയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പൊ അത് ഗണ്യമായി കുറഞ്ഞ് ഇവിടെ പോലും 22 കണ്ടക്ടർമാർ ഒഴിവാണ്. നമ്മുടെ പെരുമ്പാവൂരിൽ പോലും 22 കണ്ടക്ടർമാർ ഒഴിവാണ്. മെക്കാനിക്കൽ വിഭാഗത്തിൽ തന്നെ ഒരു 10ഓളം പേര് ഒഴിവാണ്. അവർ ഡ്രൈവർമാരുടെ വേക്കൻസി ഉണ്ട്. ഇതൊന്നും ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സേവനത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്ന KSRTCയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റ് പോയത്. ഒരു നിലപാടും നടപടികളും ഇല്ലാതെയാണ് ഒരു ഗവൺമെന്റ് ഈ KSRTC പോലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കണ്ടത്. ഞാൻ പറയാം, നഷ്ടത്തിലോട് സ്വാഭാവികമാണ്, സേവനം കൊടുക്കുമ്പോൾ നഷ്ടമാണ്. അപ്പൊ നമ്മളൊക്കെ പദ്ധതികൾ രൂപപ്പെടുത്തും, അപ്പൊ നമ്മൾ റോഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ കെട്ടിടം റീഫണ്ടില്ലല്ലോ. പക്ഷെ അത് നമ്മൾ കൊടുക്കേണ്ട സേവനമാണല്ലോ. ജനങ്ങളുടെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി സ്വാഭാവികമായി ഗവൺമെന്റുകൾ സേവനത്തിന്റെ പാതയിൽ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയാണ്.
മറ്റ് സോഴ്സുകളിലൂടെ ലഭിക്കുന്ന വരുമാനം അത് ഇത്തരം സ്ഥാപനങ്ങൾക്ക് നൽകി ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനം ഉണ്ടാക്കിയത്. അപ്പൊ ആ സ്ഥാപനത്തെ ഒരു കറവ പശുവിനെ പോലെ കാണാതെ അവിടെ സേവനം കൊടുക്കാനും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാനും ആനുകൂല്യങ്ങൾ കൊടുക്കാനും അവർക്ക് അർഹമായിട്ടുള്ള മറ്റ് ചികിത്സാസഹായം ഉൾപ്പെടെ കൊടുക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അത് കൊടുക്കാതെ ആളുകൾ നമ്മുടെ തൊഴിലാളികൾ മുഴുവൻ ദ്രോഹിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയി. ഒരു ബസ്സിന് 3 കാലിക്കുപ്പി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും സസ്പെൻഡ് ചെയ്ത മന്ത്രിയാണ്. അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. മേയർ അഹങ്കാരം കാണിച്ചു പോയപ്പോ അത് ചോദ്യം ചെയ്ത ഒരു KSRTC ഡ്രൈവറെ ക്രൂരമായി കേസെടുത്ത ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ഇപ്പോ ആ ജീവനക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ആ മേയറെ കെട്ടിയെടുപ്പ് വീട്ടിലിരിക്കുകയാണ്. ബാലുശ്ശേരിയിൽ തോറ്റു, മേയർക്ക് പണിയില്ലാതായി. ധിക്കാരത്തിന്റെ ഭാഷ ഉപയോഗിച്ചവരൊക്കെ ഇപ്പൊ വീട്ടിലാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയ്ക്കകത്ത് നമ്മള് കോരിത്തെരിപ്പുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിണറായി വിജയൻ എന്ന വലിയ നമ്മളൊക്കെ എന്താ പറയാ കേരളത്തിലെ ഏകാധിപതിയായി അദ്ദേഹം പോകും 20 വാഹനങ്ങളുടെ നടുവിലൂടെ ഒരുപാട് ആംബുലൻസും കരിമ്പൂച്ചകളുടെ നടുവിലൂടെ പോയ പിണറായി വിജയൻ നിയമസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ഒന്ന് എഴുന്നേറ്റ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി, പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സോവിയറ്റ് യൂണിയനിലെ വിഷയം ഉൾപ്പെടെ ഹിറ്റ്ലറുടെ വിഷയം ഉൾപ്പെടെ ആഞ്ഞടിച്ച് പിണറായി വിജയനോട് പറയുമ്പോ ഊഞ്ഞിക്കൂടി പിണറായി വിജയൻ അത് നേരിട്ട് കണ്ട ഒരു അനുഭവം ആളുകൾ പറയുകയാണ്. പിണറായി വിജയൻ തീർന്നു എന്നയാൾ വിളിച്ചു. കാരണം VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി തകർത്ത് തരിപ്പാക്കി പിണറായി വിജയൻ. ഞാൻ പറയുന്നത് അത്രയേറെ അഹങ്കാരികൾ നിൽക്കുന്ന ഒരു പാഠമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.